ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷെ ഒരു പോസിറ്റീവ് ബയാസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏഷ്യയിലെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് പുതിയ റെക്കോർഡ് ഹൈയിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകളും കൊറിയൻ മാർക്കറ്റുകളും ബെറ്ററാണ്. അതേസമയം ഇന്നലെ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്ന ഹോങ്കോങ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് 220.42 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം S&P 500 ഇൻഡെക്സും നാസ്ഡാക്ക് ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും ടെക്നോളജി സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ അമേരിക്കയിൽ റാലി ചെയ്തിട്ടുള്ളത്. ഒറാക്കിളിൻ്റെ ഔട്ട് പെർഫോമൻസ് ആണ് ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകളെ വീണ്ടും മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുള്ളത്. ഒറാക്കിൾ ഇന്നലെ അറൗണ്ട് 35% മുന്നേറിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഓർഡർ ബാഗിംഗ് ആണ് ഒറാക്കിൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2030 വരെയുള്ള പ്രൊജക്ഷൻസും മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒറാക്കിളിൻ്റെ ധനകാര്യ വർഷത്തിലെ ആദ്യത്തെ ക്വാർട്ടറിൽ $378 ബില്യൺ ക്ലൗഡ് റിലേറ്റഡ് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഓർഡർ $455 ബില്യൺ ആണ്. വളരെ വലിയൊരു ഫിഗറാണ്. അതിൻ്റെ ഒരു സ്ട്രോങ് പെർഫോമൻസ് ആണ് ഇന്നലെ ഒറാക്കിളിൻ്റെ സ്റ്റോക്കിൽ കണ്ടത്. ഒറാക്കിൾ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ NVIDIAയ്ക്കാണ് ചിപ്പുകളും മറ്റ് റിലേറ്റഡ് എക്യുപ്മെൻറ്റുകളുടെയൊക്കെ ഓർഡർ കിട്ടാറ്. അതുകൊണ്ട് തന്നെ NVIDIA ഇന്നലെ റാലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രോഡ്കോം, മറ്റൊരു ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ്, ബ്രോഡ്കോമും ഇന്നലെ റാലി ചെയ്തിരിക്കുകയാണ്, പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൽഫബറ്റും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറാക്കിൾ, ബ്രോഡ്കോം, ആൽഫബറ്റാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലെ താരം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലെ താരങ്ങൾ. അതോടൊപ്പം തന്നെ NVIDIA മുന്നേറിയിട്ടുണ്ട്. ഒറാക്കിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $923 ബില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ $1 ട്രില്യൺ മാർക്ക് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ബ്രോഡ്കോമിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.73 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ബ്രോഡ്കോമും $2 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.9 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും ആൽഫബറ്റ് $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പോസിറ്റീവ് ന്യൂസ് ലോസ് തന്നെയാണ് അമേരിക്കൻ ടെക്നോളജീസ് കമ്പനികളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇന്നലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. US ഫെഡ് 16-17 തീയതികളിൽ നടക്കുന്ന ബോർഡ് മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഇന്നാണ് അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും യൂറോപ്പിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പൊതുവെ ഒരു മിക്സഡ് ട്രെൻഡാണ് യൂറോപ്പിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഏഷ്യയിൽ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളിൽ ഗോൾഡ്, സിൽവറും ഇന്ന് മുന്നേറുകയാണ്. ഗോൾഡ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലാണ് ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. $3,641 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ പുതിയ 14-ഇയർ ഹൈയിലാണ് സ്പോട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. $41.12 പെർ ഔൺസാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ 3 IPOs ഓപ്പൺ ചെയ്തിരുന്നു. മെയിൻ ബോർഡ് IPOs. അർബൻ കമ്പനി ലിമിറ്റഡ് 3.29 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ദേവ് ആക്സിലറേറ്റർ 5.34 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ശൃംഗാർ ഹൗസ് ഓഫ് മംഗൾസൂത്ര 2.01 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതോടൊപ്പം തന്നെ
കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് SME IPO ആണ് BSEയിൽ 3.45 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. കാർബൺ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ഇന്നാണ് ക്ലോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു നല്ലൊരു SME IPO ഉണ്ട്. BSE SMEയിലാണ്. എയർഫ്ലോ റെയിൽ ടെക്നോളജി ലിമിറ്റഡ് ആണ്. എക്സലൻറ്റ് കമ്പനിയാണ്. റെയിൽവേ, എയറോസ്പേസ്, ഡിഫൻസ് സെക്ടർ രംഗത്തുള്ള കമ്പനിയാണ്. ഇഷ്യൂ ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. 2000 ആണ് അപ്ലൈ ചെയ്യേണ്ട ലോട്ട്. 1000 ആണ് മാർക്കറ്റ് ലോട്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 2000 മിനിമം അപ്ലൈ ചെയ്യണം. 140 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആണ്. ഒരു പക്ഷേ 100% ലിസ്റ്റിംഗിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു SME IPO ആണ് എയർഫ്ലോ റെയിൽ ടെക്നോളജി ലിമിറ്റഡ്. അപ്പോൾ SME സെഗ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്ന, റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു BSE SME IPO ആണ് എയർഫ്ലോ റെയിൽവേ ടെക്നോളജീസ്. ഇനി നമ്മൾ മറ്റ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ, ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ, ഗോൾഡിയാം ഇൻ്റർനാഷണൽ 100 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നാണ്. ഓൾറെഡി ഓർഡർ ബുക്ക് 140 കോടി രൂപയുണ്ട്. അപ്പോൾ ടോട്ടൽ ഓർഡർ 240 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒറിജം എന്ന് പറയുന്ന 6 സ്റ്റോറുകളാണ് ഇപ്പോൾ ഗോൾഡിയാം ഇൻ്റർനാഷണലിലുള്ളത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 100-125 സ്റ്റോറുകളായിട്ട് ഉയർത്താനുള്ള പ്ലാനിലാണ്. പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ BYD ചൈനീസ് EV കമ്പനിയാണ്. BYDയുടെ ടോപ്പ് ടീം ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. അഡാനി ഗ്രൂപ്പായിട്ട് ബാറ്ററി ജോയിൻറ്റ് വെഞ്ചർ സൈൻ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പ് കമ്പനീനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഇൻഫോസിസിൻ്റെ ബൈബാക്ക് ഇന്നാണ് ഡിസിഷൻ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബാക്കിൽ 1850 രൂപ പെർ ഷെയർ ആയിരുന്നു ബൈബാക്ക് നടത്തിയ പ്രൈസ്. ഇപ്രാവശ്യത്തെ പ്രൈസ് അതിനേക്കാൾ മുകളിലായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. RVNL 169 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെഗ ഇൻഡസ്ട്രീസ് മോളികോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനീനെയും കൂടി അക്വയർ ചെയ്യാൻ പോവാണ്. കൺസോർഷ്യമായിട്ടാണ് അക്വിസിഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ QIPയും പ്ലാൻ ചെയ്യുന്നുണ്ട്. കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ സുമിതാമോ മിസുയി കോർപ്പറേഷൻ്റെ സ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ അവർ വിറ്റിട്ടുണ്ട്. 1940.8 രൂപ പെർ ഷെയർ ആണ്. ബ്ലാക്ക് റോക്ക്, അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാക്സ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ടോക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ആഴ്ചയിൽ ഒരു പക്ഷേ ട്രേഡ് ടോക്സ് ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ആവുകയാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിൽ എൻ്റർ ചെയ്തിരുന്നു. പോളണ്ട് അത് ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാറ്റോ സഖ്യകക്ഷികൾ പോളണ്ടിനെ സംരക്ഷിക്കുമെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഫർദർ എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ജൂപ്പിറ്റർ വാഗൻസിൻ്റെ സബ്സിഡിയറിക്ക് 113 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 9000 LHB ആക്സിൽസ് റെയിൽവേസിന് സപ്ലൈ ചെയ്യാൻ പോവാണ്. GSPL ഗുജറാത്ത് ഗ്യാസ് സ്കീം ഓഫ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അതിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. റെക്കോർഡ് ഡേറ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള സ്റ്റോക്കുകൾ ഓപ്റ്റിമസ് ഇൻഫ്രാകോം, അതുപോലെ തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ, പ്രീമിയർ എക്സ്പ്ലോസീവിന് 7.83 കോടി രൂപ ഡിഫൻസ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 63 മോൺസിൻ്റെ സബ്സിഡിയറി 63 സാറ്റ്സ് സൈബർ ടെക് 180 കോടി രൂപയുടെ എമൗണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ കൂടെ പോസിറ്റീവ് ന്യൂസാണ്. 63 മൂൺസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു കമ്പനിയാണ്. 2 ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന്. 69.77 കോടി രൂപയ്ക്കുള്ള ഓർഡറും അതുപോലെ തന്നെ 18.9 കോടി രൂപയ്ക്കുള്ള ഓർഡേഴ്സാണ്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച്. അഡാനി പവർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഓർഡർ ബാഗ് ചെയ്തിരുന്നു. മധ്യപ്രദേശ് പവർ മാനേജ്മെൻറ്റ് കമ്പനിയിൽ
കമ്പനിയിൽ നിന്ന് 800 മെഗാവാട്ട് പവർ പ്രൊജക്റ്റിനാണ് വീണ്ടും ഒരു 800 മെഗാവാട്ട് പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡറും കൂടി ഈ കമ്പനിയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഓർഡർ സൈസ് വരുന്നത് 21,000 കോടി രൂപയാണ്. അഡാനി പവർ റീസെൻ്റായിട്ട് ധാരാളം ലാർജ് പവർ പ്രോജക്റ്റുകൾ ബാഗ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അഡാനി പവറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള പൈസാലോ ഡിജിറ്റലാണ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്ക്. അതുപോലെ തന്നെ ഫണ്ടുകൾ ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ പൈസാലോ ഡിജിറ്റൽ, ഹെൽത്ത് കെയർ ഗ്ലോബലൊക്കെയാണ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ചൈനയിലേക്ക് വരുന്ന ഫോറിൻ ഫണ്ട് ഫ്ലോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇൻഫ്ലോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ടാണ് ഇക്വിറ്റി മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ ഡെറ്റ് മാർക്കറ്റിലേക്കൊക്കെ ചൈനീസ് ഗവൺമെൻറ് എക്കണോമി സ്ലൈറ്റായിട്ട് ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ചൈനീസ് എക്കണോമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇൻഫ്ലോ ചൈനീസ് മാർക്കറ്റുകളിലേക്ക്, അതായത് ഇക്വിറ്റി മാർക്കറ്റിലേക്കും ഡെറ്റ് മാർക്കറ്റിലേക്കൊക്കെ വരുന്നത്. വരും ദിവസങ്ങളിലും ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ US ട്രേഡ് ടോക്ക് ആരംഭിച്ച് നമ്മുടെ ട്രേഡ് ഇഷ്യൂസ് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കാരണം എമർജിങ് മാർക്കറ്റുകളിൽ ഇപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്നൊരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ്. അപ്പോൾ ട്രേഡ് ടോക്സ് സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പാരാമീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു റാലി ഇന്ത്യൻ മാർക്കറ്റിലും ഇമ്മിനൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാം. അതോടൊപ്പം തന്നെ IPOs നല്ല രീതിയിലാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന എയർ ഫ്ലോ റെയിൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് കിട്ടാം. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡിൽ ഓപ്പൺ ആയിരിക്കുന്ന അർബൻ കമ്പനി ലിമിറ്റഡ്, ദേവ് ആക്സിലറേറ്റർ, ശൃംഗാർ ഹൗസ് ഓഫ് മംഗൾസൂത്ര, ഈ IPOസിലും അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.